അമ്മ, നിങ്ങളുടെ മോനിപ്പോ ഒരു 19 വയസ്സായി. അപ്പൊ നിങ്ങൾ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, മോൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പറഞ്ഞു എനിക്ക് ഇനി ജീവിക്കേണ്ടത് ഒരു പെൺകുട്ടിയായിട്ടാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ വന്നിരിക്കുന്ന വെച്ചാല് എന്റെ അടുത്ത് അത് കൗൺസിൽ ചെയ്ത് മാറ്റാൻ പറഞ്ഞിട്ടാണ്. അമ്മ, ഞാൻ മോനോട് തനിയെ സംസാരിച്ചു. ഇതിലൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, മോനിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജെൻഡർ ഡിസ്ഫോറിയ എന്നൊരു അവസ്ഥയാണ്. ജെൻഡർ ഡിസ്ഫോറിയ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്സും ജെൻഡറും രണ്ടും വേറെ വേറെ ഒരു ഘടകങ്ങളാണ്. സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ അനാറ്റമിക്കൽ അല്ലെങ്കിൽ നമ്മൾ ജനിതകമായിട്ട് നമ്മൾക്ക് വരുന്നൊരു സംഗതിയാണ്. ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഉള്ളൊരു തോന്നൽ വരുന്നുണ്ടല്ലോ, അതാണ് ജെൻഡർ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ സെക്സും ജെൻഡറും ഒരുമിച്ച് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ മോന്റെ കാര്യത്തിൽ ജനിച്ചത് ആൺകുട്ടിയായിട്ടാണെങ്കിൽ കൂടി പക്ഷെ ഒരു പോയിന്റ്, അതായത് പ്യൂബർട്ടി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ സൈക്കോളജിക്കലായിട്ട് ഞാനൊരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു തോന്നലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ജെൻഡർ ഡിസ്ഫോറിയ. അപ്പൊ ഇവിടെ ഇതൊരു അസുഖമല്ല, ഇതൊരു അസുഖത്തിനെക്കാട്ടും ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെൻഡർ എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും മാത്രമല്ല, അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഫ്ലൂയിഡ് കൺസെപ്റ്റ് എന്നുള്ളതാണ് പുതിയ ഒരു രീതി പറയുന്നത്. അപ്പോ ഞാൻ കൺവേർട്ട് ചെയ്യാനായിട്ട് കൗൺസിലിംഗ് വല്ലതും ചെയ്തു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജെൻഡർ കൺവേർഷൻ തെറാപ്പി എന്ന് പറയുന്ന സാധനം ഒരു പ്രൊഹിബിറ്റഡ് ആണ്. അതായത് ഞാൻ ജയിലിൽ പോണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിക്ക് കൃത്യമായിട്ട് ഒരു ഹെൽപ്പ് കൊടുത്തിട്ട് അതിന് പുറത്തു വരാനാണ് നമ്മൾ സഹായിക്കേണ്ടത്.